ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം വിളിച്ചിറക്കിയിട്ടും ദൈവിക ഉദ്ദേശങ്ങൾ പല സമയത്തും തിരിച്ചറിയാൻ കഴിയാതെ ലക്ഷ്യമില്ലാത്തവരായി ഒഴുക്കിൽപ്പെട്ടതുപോലെ ആയിത്തീർന്നിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ ഒഴുക്കിൽപ്പെടുക എന്ന് പറയുന്ന ഒരു പദം ഞാൻ സ്വന്തമായി കൊണ്ടുവന്നൊരു പദമല്ലത്. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശരിക്കും ഒഴുക്കെന്ന് പറയുന്നത് ലക്ഷ്യത്തെ ഇല്ലാതെയാക്കുന്നതാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ ജീവിതയാത്രകളിൽ ചില സമയങ്ങളിലെങ്കിലും നമ്മൾ ഒഴുക്കിൽ പെടാൻ സാധ്യതകളുണ്ട്. ആ ഒഴുക്ക് എന്താണെന്ന് ഞാൻ പറയാം. ഒഴുക്കിൽ പെട്ടാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാം. അടുത്തത് ഒഴുക്കിൽ പെടാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ചിന്തിക്കാം. എല്ലാ കാര്യങ്ങളും ദൈവകൃപയിൽ ആശ്രയിച്ച് നിങ്ങളുമായിട്ട് കുറച്ച് സമയങ്ങൾ തിരുവചനത്തിൽ നിന്ന് ചിന്തിക്കുവാനായിട്ട് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. ഈ ഒഴുക്ക് എന്ന് പറയുന്ന ഒരു പദം അറിയാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല. പ്രത്യേകിച്ച് മലയാളികളായ നമ്മൾ 2018 ശേഷമുള്ള ആ ഒരു പ്രളയകാലത്ത് ഒഴുക്കിൻ്റെ ശക്തിയെ അറിഞ്ഞവരാണ്. എനിക്ക് ഈ ഒഴുക്കിനെക്കുറിച്ച്, ഒഴുക്കിൻ്റെ ശക്തിയെക്കുറിച്ച് നന്നായിട്ട് പറയാനായിട്ട് പറ്റുന്ന ഒരാളാണ്. കാരണം ഞാൻ നീന്തൽ പഠിപ്പിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഒഴുക്കിൽപ്പെട്ടാലുള്ള അവസ്ഥ എന്താണ്, ഒഴുക്കിൻ്റെ ശക്തി എന്താണ് എന്നൊക്കെ മറ്റ് ഒരു സാധാരണക്കാരനായ ഒരാളേക്കാൾ അല്ലെങ്കിൽ നീന്തൽ അറിയാത്ത ഒരാളേക്കാൾ എനിക്ക് പറയാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു ദൈവവചന ഭാഗം വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. ഒന്നാമത്, ഒഴുക്കെന്ന് പറയുന്നത് ലക്ഷ്യത്തെ തെറ്റിച്ച് കളയുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തീയ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ഞാൻ വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും ദൈവവചനം പഠിപ്പിക്കുകയും ഞാൻ കണ്ടുമുട്ടുന്നവരോടൊക്കെ ഞാൻ പറയുകയും അവരെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സത്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം വിളിച്ചിറക്കിയിട്ടുള്ള ഒരാൾ പോലും പ്രത്യേക ദൈവോദ്ദേശമില്ലാതെ ഇറക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ദൈവം ഒരാളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരെക്കുറിച്ച് ദൈവത്തിന് വ്യത്യസ്തമായ ഉദ്ദേശമുണ്ട്. ഈ ഒരു ഉദ്ദേശത്തോടു കൂടി അല്ലാതെ ഒരാളെ പോലും ദൈവം വിളിച്ചിട്ടില്ല. അത് 100% ഉറപ്പാണ്. കാരണം ദൈവവചനം അതിന് സാക്ഷ്യം പറയുന്നുണ്ട്. അപ്പം ആൾക്കാർ ചോദിക്കും, എന്താണ് ദൈവദാസനെ ഉദ്ദേശം? ഏറ്റവും പരമമായ ഉദ്ദേശം എന്ന് പറയുന്നത് നിത്യതയിൽ കർത്താവിനോടുകൂടി വസിക്കുക എന്നുള്ളതാണ്. ആ സ്വർഗീയമായ വാസമാണ്. രണ്ടാമത്തെ ദൈവോദ്ദേശം എന്ന് പറയുന്നത്, നാം ഭൂമിയിൽ ജീവിക്കുന്ന കാലങ്ങളിൽ ഓരോ സമയത്തും നമ്മളിൽ ഓരോരുത്തരിലൂടെയും ദൈവത്തിന് ചെയ്തെടുക്കുവാനുള്ള ചില പ്രത്യേക പദ്ധതികളുണ്ട്. നാം ഉപയോഗിക്കപ്പെടേണ്ടുന്ന മേഖലകളുണ്ട്. നാം മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടേണ്ടുന്ന മേഖലകളിലുണ്ട്. നമ്മിലൂടെ ദൈവസ്നേഹത്തെ മറ്റുള്ളവർ തിരിച്ചറിയുവാൻ തക്കവണ്ണം നമ്മളെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് പദ്ധതികൾ ഉള്ള സമയങ്ങളുണ്ട്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മിലൂടെയും നമ്മുടെ പിൻതലമുറകൾ ഉണ്ടെങ്കിൽ അതിലൂടെയും ഒക്കെ നിവർത്തിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പം ഇതെല്ലാം സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതിക്കകത്ത് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ മുൻപോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പം ആ പദ്ധതികളിൽ നിലനിൽക്കാതെ ലക്ഷ്യം തെറ്റിപ്പോകുന്ന അവസ്ഥയ്ക്കാണ് തിരുവചനം ഒഴുക്കെന്ന് പറയുന്നത്. ഞാൻ ആ പറഞ്ഞ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന്. ഈ പ്രളയ സമയങ്ങളിൽ ഈ നദികളും തോടുകളുമെല്ലാം കരകവിഞ്ഞൊഴുകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ചില പ്ലാസ്റ്റിക് പാത്രങ്ങൾ, ചില വസ്തുക്കൾ അതിൽ ഒഴുകി നടക്കും. ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് ആർക്കും അറിയില്ല. ഇതിനൊരു പ്രത്യേകിച്ച് ലക്ഷ്യം ഒന്നും ഉണ്ടാകില്ല. വെള്ളം എങ്ങോട്ട് പോകുന്നു അങ്ങോട്ടാണ് പോകുന്നത്. ഈ ഒഴുക്ക് നമ്മുടെ ലക്ഷ്യത്തെ നഷ്ടപ്പെടുത്തി കളയുന്നത് എങ്ങനെയാണ്? അത് മനസ്സിലാക്കാതെ നമുക്ക് ഈ വചനം പഠിക്കാനായിട്ട് പറ്റില്ല. അപ്പം ഒന്നാമത്, എവിടെയാണ് നമ്മൾ ഒഴുകിപ്പോകുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. പിന്നീട് നമുക്ക് പ്രശ്നത്തിൻ്റെ പരിഹാരത്തിലേക്ക് വരാം. ഞാൻ
നീന്തൽ സ്വിമ്മിങ് പഠിക്കുന്ന സമയത്ത് ഞാൻ ആദ്യം ഒരു കുളത്തിലാണ് നീന്തൽ പഠിച്ചത്. കുളത്തിൽ നീന്തുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. നമ്മൾ ചെറുകെ പഠിച്ച് നമുക്ക് അനായാസം നീന്താനായിട്ട് പറ്റുന്ന ഇടമാണ് കുളം. ഒന്നും പേടിക്കാനില്ല. നമ്മൾ താഴത്തില്ല, നമ്മൾ ഒഴുക്കിപ്പെടത്തില്ല, നമുക്ക് ഒരു പ്രശ്നമില്ലാതെ നമുക്ക് അവിടെ നീന്താനായിട്ട് പറ്റും. പക്ഷെ ഞാൻ ഈ കുളത്തിൽ നിന്ന് ഒരു നദിയിലേക്ക് വന്നപ്പോൾ, ഞാൻ നദിയിലേക്ക് വരുന്നതെന്ന് പറയുന്നത് എൻ്റെ സ്ഥലം പത്തനംതിട്ട ആയതുകൊണ്ട് അച്ചൻകോവിലാണ്. ഞാൻ ഇന്നും നീന്തൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അത്യാവശ്യം പുഴ കരകവിഞ്ഞൊഴുകുമ്പോഴും ഞാൻ സ്വിം ചെയ്യുന്ന ഒരാളാണ്. ഒത്തിരി പേരെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പുഴയിലേക്ക് വരുന്ന സമയത്ത് എന്നെ നീന്തൽ പഠിപ്പിച്ച ആള് കുറച്ച് ടിപ്സ് എനിക്ക് പറഞ്ഞു തന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, പുഴയിലെ നീന്തൽ ആസ്വാദികരമാണ്, രസകരമാണ്, പക്ഷേ അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട്. അപകടത്തിൽപ്പെടുന്നത് ഒഴുക്ക് കൂടുതലുള്ള സമയത്താണ്. അപ്പം ശരിക്കും ഈ നീന്തൽ എന്ന് പറയുന്നത് ഒരു അനുഭവമാണ്. നീന്തിയിട്ടല്ലാതെ കടക്കാൻ കഴിയാത്ത ജീവനദി തുറന്നു തരൂ നാഥ എന്നൊക്കെ ഇല്ലേ, ആ പാട്ടിന്റെ വരികൾ പോലെ, അല്ലെങ്കിൽ ആ വാക്യങ്ങൾ, നമ്മൾ കാണുന്ന ആ വാക്യങ്ങൾ പോലെ ഈ പലരും നീന്തൽ അറിയാതെ ആ പാട്ടുകൾ പാടുന്നവരാണ്. പക്ഷേ ഞങ്ങളൊക്കെ അത് അനുഭവിച്ചിട്ട് പാടുന്നവരാണ്. ഈ നീന്തല് ഒരു അനുഭവമാണ്, ഒരു ഭയങ്കര സുഖമുള്ള ഒരു കാര്യമാണ്. അപ്പം പ്രത്യേകിച്ച് പുഴയിലെ ഒഴുക്കിലെ നീന്തലും രസകരമാണ്. കാരണം ആ വെള്ളം നമ്മളെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഒരു പ്രത്യേക അനുഭവമാണ്. പക്ഷേ നീന്തലിൻ്റെ അകത്ത് പതിയിരിക്കുന്ന ഒരു അപകടം ഞാൻ പറഞ്ഞുതരാം. ഒഴുക്കിൽപ്പെട്ടാൽ നമുക്ക് ലക്ഷ്യം നഷ്ടപ്പെട്ടു പോകും. വളരെ സിമ്പിളായിട്ട് ഞാൻ നിങ്ങളോട് പറയാം. നമ്മൾ ഈ ഒഴുക്കിൽ പെടുമ്പോൾ പലരും അപകടത്തിൽപ്പെടുന്നത് അവരൊരു ലക്ഷ്യത്തിലേക്ക് കയറാനായിട്ട് ശ്രമിക്കും. അതായത് നമ്മുടെ മനസ്സിൽ ഒരു സ്ഥലം കാണും, എനിക്ക് അവിടെ പോയി കയറണം. പക്ഷെ കുത്തൊഴുക്കാണെങ്കിൽ, ശക്തമായ ഒഴുക്കാണെങ്കിൽ നമ്മുടെ കൈകാലുകൾ തളർന്ന് നമുക്കൊരിക്കലും ആ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് കഴിയാതെ പോകും. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ വെള്ളത്തിൽ താണുപോകും, ക്ഷീണിതരായി പോകും. അതുകൊണ്ട് എന്നെ നീന്തൽ പഠിപ്പിച്ച ആള് എന്നോട് പറഞ്ഞു, റെൻസൺ, നീ ഒഴുക്കിൽപ്പെട്ടാൽ നീ ഒരിക്കലും ഒരു ലക്ഷ്യത്തിലെത്താൻ ശ്രമിക്കരുത്. അതായത് ഒരു സ്ഥലം നീ മനസ്സിൽ കരുതി നീ സ്വിം ചെയ്യരുത്. നീ മുങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിന്റെ ശരീരം തളരാതിരിക്കാൻ ശ്രദ്ധിക്കുക. എവിടെയെങ്കിലും നിനക്ക് കയറാൻ പറ്റുന്ന സ്ഥലമുണ്ടെങ്കിൽ ഒഴുക്കിന് അനുകൂലമായി നീന്തി നീ ആ സ്ഥലത്ത് പോയി കയറുക. ചിലപ്പോൾ നമ്മൾ 1 കിലോമീറ്ററോ 2 കിലോമീറ്ററോ ഒക്കെ താഴെ ഏതെങ്കിലും സ്ഥലത്തായിരിക്കും പോയി കയറുന്നത്. അപ്പം നീന്തൽ അറിയാവുന്നവർക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാകും. അപ്പൊ ഞാൻ ഇത്രയും വിശദമായിട്ട് നിങ്ങളോട് ഈ ഒരു കാര്യം പറഞ്ഞതിൻ്റെ പിന്നിലെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒഴുക്കിൽപ്പെട്ടാൽ നമുക്കൊരു ലക്ഷ്യമുണ്ടാകില്ല. എവിടെയെങ്കിലും പോയി കയറുക, തല മുങ്ങാതിരിക്കുക. ഇന്നത്തെ കാലത്ത് ഒരുപാട് ആൾക്കാർ, വിശ്വാസത്തിൽ ഇറങ്ങിയവർ പോലും ഈ ഒരു അവസ്ഥയിലാണ്. അവർ പറയുന്നത്, ഞങ്ങൾ ഇറങ്ങിപ്പോയി, ഞങ്ങൾ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി, ഇപ്പം മുങ്ങാതിരിക്കാൻ ഞങ്ങൾ നോക്കുക, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, അങ്ങോട്ടേ ആടുന്നു, ഇങ്ങോട്ടേ ആടുന്നു, പക്ഷേ ലക്ഷ്യത്തിലെത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആ വാക്യത്തിൽ നിങ്ങൾ ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് എന്തു ചെയ്യണം? കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. കേട്ടത് എന്താണ്? കേട്ടത് ദൈവത്തിന്റെ വചനമാണ്. ഈ വചനം കേൾക്കുകയല്ല, വചനത്തെ കരുതണം. ദൈവദാസനെ എങ്ങനെയാണ് വചനത്തെ കരുതേണ്ടുന്നത് അത് ഞാൻ വിശദമായിട്ട് നിങ്ങളോട് പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കാം. അപ്പം ഈ ഒഴുക്കിനെ കുറിച്ച് എനിക്കത് പറഞ്ഞ് പൂർത്തീകരിക്കാതെ അതിലേക്ക് എത്താനായിട്ട് പറ്റില്ല. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ഗിരിപ്രഭാഷണത്തിന് അനന്തരമായി അവിടെ ഉണ്ടായിരുന്നവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. വീട് പണിത 2 വ്യക്തികൾ, ഒരാൾ മണലിന്മേൽ പണിതു, ഒരാൾ പാറമേൽ അടിസ്ഥാനമിട്ട് പണിതു. ഈ 2 വീട്ടിലും പ്രതികൂലങ്ങൾ ഉണ്ടായി. അവിടെയും ഉപയോഗിച്ചിരിക്കുന്ന പദം വെള്ളമാണ്, ഒഴുക്കാണ്, കാറ്റാണ്. അപ്പം ഈ പ്രകൃതി ശക്തികളോടാണ് ഈ പ്രതിസന്ധികളെ കമ്പയർ ചെയ്തിരിക്കുന്നത്. അതിന്റെ കാരണം എന്താ? പല സമയങ്ങളിലും ദൈവവചനത്തിന്റെ അകത്ത് സാധാരണക്കാരായ ആളുകൾക്ക് ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങളും മർമ്മങ്ങളും മനസ്സിലാക്കുവാൻ കർത്താവ് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് വിവരിച്ചിരിക്കുന്നത്.
അപ്പൊ പ്രതികൂലം പ്രശ്നമെന്ന് പറയുന്നതിനേക്കാൾ ഒഴുക്ക്, കാറ്റ്, പ്രളയം എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഒരു ചിത്രം പോലെ ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസത്തിന്റെ ജീവിത യാത്രകളിൽ ഉയർന്നു വരുവാൻ സാധ്യതയുള്ള പ്രതികൂലങ്ങൾ ഇത്തരത്തിലുള്ളതാകും. അപ്പം അവിടെ പറയുന്നത് 2 വീടുണ്ട്. ഈ 2 വീട്ടിലും ഒന്ന് വൻമഴ പെയ്തു. മഴ പെയ്തെന്നല്ല, വൻമഴ പെയ്തു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ മലയാളികളുടെ ഭാഷയിൽ പറഞ്ഞാൽ അതിതീവ്ര മഴ പെയ്തു. ആ വീടിന് താങ്ങാൻ പറ്റുന്നതിനപ്പുറത്തുള്ള എന്താ പറയുന്നത് മഴയാണ് ആ വീട്ടിലേക്ക് വന്നത്. അപ്പം അതിനെ നമ്മൾ ഒരു ആത്മീക അർത്ഥത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ നമ്മളെ വീഴ്ത്തിക്കളയുന്ന തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മുകളിൽ നിന്ന് വരുമ്പോൾ, നദികൾ പൊങ്ങി എന്ന് പറഞ്ഞാൽ വെള്ളം കയറി വരുന്നത് പോലെ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിന്റെ പടകിൽ താഴെ നിന്ന് ഉയർന്നു, കാറ്റടിച്ചു. അപ്പൊ നോക്കിക്കേ, താഴെ നിന്ന് പ്രശ്നം വരുന്നു, മുകളിൽ നിന്നുള്ള പ്രതിസന്ധികൾ, സൈഡിൽ നിന്നുള്ള പ്രതിസന്ധികൾ. എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും? പാറമേൽ അടിസ്ഥാനമിട്ട വീട് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ശരിക്കും ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ ഒരു വ്യക്തിയെ നിലനിർത്താനായിട്ട് പറ്റുള്ളൂ. അത്ഭുതങ്ങൾക്കോ അടയാളങ്ങൾക്കോ വിടുതലുകൾക്കോ ഒന്നിനും നമ്മുടെ പ്രശ്നങ്ങളിൽ, നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മളെ പിടിച്ചു നിർത്താൻ പറ്റില്ല. പലരും ദൈവവചനം അതിൻ്റെ ആഴത്തിൽ പഠിക്കുന്നതിന് പകരം മറ്റു പലതുകളിലേക്കും അവരുടെ കണ്ണുകൾ മാറിപ്പോകുന്നത് കൊണ്ടാണ് അവർക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റാത്തത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയി എന്ന് മനസ്സിലാക്കുന്നു. ഈ എബ്രായ ലേഖനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് അവരോട് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എബ്രായ ലേഖനത്തിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ, ആ പുസ്തകത്തിന്റെ ബാക്ക്ഗ്രൗണ്ട്, ആ ടെക്സ്റ്റിന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പഠിക്കുമ്പോൾ, ജൂയിഷ് ക്രിസ്ത്യൻസ് ആണ്, യഹൂദ മതവിശ്വാസികൾ. ഒരു കാലത്ത് യഹൂദന്മാരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പെരുന്നാളുകളും ഒക്കെ ആചരിച്ച് ആവേശത്തോടുകൂടെ പോയിക്കൊണ്ടിരുന്ന ഒരു ജനത യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തെയും രക്ഷയെയും അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് യഹൂദ മത ആചാരങ്ങളെയും ഉത്സവങ്ങളെയും ന്യായപ്രമാണത്തിന്റെ ചട്ടങ്ങളെയും ആചരണങ്ങളെയും എല്ലാം ഉപേക്ഷിച്ച് കളഞ്ഞ് ഇനിയും ഞങ്ങൾക്ക് കർത്താവ് മാത്രം മതി എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച് യാത്ര ചെയ്തു പോയവർ അവരുടെ ഒരു സമയം കഴിഞ്ഞപ്പോൾ അവർ ലക്ഷ്യത്തിൽ നിന്ന് മാറി പഴയത് നല്ലതാണെന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ട് ക്രിസ്തുവിലുള്ള അവരുടെ ഏകാഗ്രത നഷ്ടപ്പെടുത്തി രക്ഷയുടെ വിലയെ തിരിച്ചറിയാതെ പിന്മാറിപ്പോകുന്ന, അല്ലെങ്കിൽ ആത്മീക മന്ദതയിലേക്ക് എത്തപ്പെട്ട ഒരു പ്രത്യേക അനുഭവം. അതാണ് എബ്രായ ലേഖനത്തിൽ അവിശ്വാസികളുടെ അവസ്ഥയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് വിവരിച്ചിരിക്കുന്നത്. അത് അന്നു മാത്രമല്ല, ഇന്നും നമ്മൾ കണ്ടുമുട്ടുന്നവരിൽ, എന്നെ തന്നെ ഫോണിൽ വിളിക്കുന്നവരിൽ ഒത്തിരി പേര് സമാനമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഇത് എബ്രായ ലേഖനത്തിലെ വിശ്വാസികൾക്ക് മാത്രം സംഭവിച്ചൊരു കാര്യമല്ല. ഗലാത്യ ലേഖനത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ എഴുതി ചേർത്തിരിക്കുകയാണ്, നിങ്ങൾ നന്നായി ഓടിയിരുന്നു സത്യം, എന്നാൽ സത്യം അനുസരിക്കാതിരിപ്പാൻ തക്കവണ്ണം നിങ്ങളെ തടഞ്ഞത് ആര്? നിങ്ങളെ തടുത്തതാര്? മറ്റൊരിടത്ത് എഴുതിയിരിക്കുന്നു, നിങ്ങളെ കലക്കുന്നവൻ ആരായാലും ശിക്ഷാവിധി ചുമക്കും. അപ്പൊ കലക്കുന്നവർ, തടയുന്നവർ, ഒഴുകിപ്പോകുന്നവർ, ആത്മീക മന്ദതയുടെ അവസ്ഥയിലേക്ക് എത്തപ്പെട്ടവർ. എബ്രായ ലേഖനത്തിലെ പ്രശ്നം ആത്മീക മന്ദതയാണ്, സ്പിരിച്വൽ സ്ലഗിഷ്നെസ് ആണ്. ഞാൻ അതിനെക്കുറിച്ച് നമ്മുടെ ചാനലിലെ വീഡിയോയിൽ, എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു 10-ാമത്തെ ആ ഒരു സമയത്തെ വീഡിയോയിൽ ആത്മീക മന്ദത എന്ന ഗുരുതര രോഗം എന്ന് പറയുന്ന ഒരു ടൈറ്റിലിൽ ഒരു മെസ്സേജ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇന്നത്തെ കാലത്തും ഒരുപാട് ആളുകളുടെ ജീവിതാനുഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് പലരും എത്തിയിരിക്കുമ്പോൾ എന്താണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്? എങ്ങനെയാണ് ഈ ഒഴുക്കിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് പറ്റുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഒഴുക്കിൽപ്പെട്ടാൽ നമുക്ക് ലക്ഷ്യമില്ല, അവസാനം നമ്മൾ ഇറങ്ങിത്തിരിച്ചല്ലോ എന്നായിപ്പോവും. ദൈവ പദ്ധതികളിൽ നമുക്ക് സംശയമുണ്ടാകും, ദൈവഹിതം തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോകും, ദൈവം സംസാരിക്കാത്ത അവസ്ഥയിലേക്ക് പോലും പോകും. കാരണം ഈ ഒഴുക്കിൽപ്പെട്ട് ലക്ഷ്യമില്ലാതെ പോകുന്ന അവസ്ഥയിൽ കേട്ടത് ശ്രദ്ധയോടെ
കരുതിക്കൊള്ളുക. എങ്ങനെ കരുതണം? ദൈവവചനം കേൾക്കുകയല്ല, ശ്രദ്ധയോടെ കരുതണം. ശ്രദ്ധയോടെ കരുതണം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പോകുന്ന ഒരു ഉപമ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതാണ്. ഇന്ന് നമ്മുടെ ടോപ്പിക്കിന്റെ ഭാഗമല്ല അതെങ്കിലും അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ദൈവവചനം ചിലരുടെ ഹൃദയത്തിൽ വീഴുമ്പോൾ സാത്താൻ അതിനെ എടുത്തുകൊണ്ട് പോകുന്നു. അപ്പൊ ചിലരുടെ ജീവിതത്തിൽ നിഷ്പ്രയാസം പിശാചിന് വന്ന് വചനത്തെ എടുത്തു കളയാനായിട്ട് പറ്റും. വചനത്തെ എടുത്തു കളയുന്ന പിശാചു അത്ഭുതകരമായിട്ട് തോന്നുന്നു അല്ലേ? പിന്നീട് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. 2, ചിലയിടത്ത് ദൈവവചനം വീഴുമ്പോൾ അത് കിളിക്കുന്നു, അത് കിളിർക്കുന്നുണ്ട്. പക്ഷേ ഇഹലോകത്തിന്റെ ചിന്തകൾ, സംസാര ഭോഗങ്ങൾ, പിന്നെ ജീവിത ഭാരങ്ങൾ ഇതെല്ലാം കയറി വചനത്തെ ഞെരിച്ച് നിഷ്ഫലമാക്കി കളയുന്നു. അടുത്തത് വേരില്ലാത്തത് കൊണ്ട് പോകുന്നു. ഏറ്റവും ഒടുവിൽ നല്ല നിലത്ത് വീണ വിത്ത് എന്താ പറയുന്നതെന്ന് അറിയാമോ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും ഈ വിതയ്ക്കുന്നവന്റെ ഉപമ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഭാഗത്ത് നിങ്ങളോടൊന്ന് സംസാരിക്കാം. അപ്പൊ നമുക്കത് കുറച്ചുകൂടെ മനസ്സിലാകും. അപ്പം ഈ ലൂക്കോസിന്റെ സുവിശേഷവും മത്തായിയുടെ സുവിശേഷവും ഒക്കെ നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ ആ ഒരു നല്ല നിലത്ത് വീണ വിത്തിനെ കുറിച്ച് പറയുന്നത്, 1, വചനം കേട്ട് അംഗീകരിക്കുന്നവർ. ചിലർ വചനം കേൾക്കും, പക്ഷെ അവർക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. മറ്റൊരിടത്ത് എഴുതിയിരിക്കുന്നത് ഗുണമുള്ള ഹൃദയത്തിൽ, നല്ല ഹൃദയത്തിൽ ദൈവവചനം സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവർ. അപ്പൊ ഫലം പുറപ്പെടുവിക്കാൻ ടൈം എടുക്കും, ക്ഷമ വേണം. ഇന്നത്തെ കാലത്ത് എല്ലാം സ്പീഡല്ലേ, ഇപ്പോൾ സംഭവിക്കുന്നു, ഉടനടി സംഭവിക്കുന്നു, ഒന്നും സംഭവിക്കുന്നില്ലെന്നുള്ളതാണ് സത്യം. ക്ഷമയോടെ കരുതിക്കൊള്ളണം, ക്ഷമയോടെ. ആ പദമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത്. എനിക്കൊന്ന് മത്തായി എഴുതിയ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് വചനത്തെ ഗ്രഹിക്കണം. എങ്ങനെയാണ് ഗ്രഹിക്കേണ്ടുന്നത്? വളരെ പെട്ടെന്നൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ദൈവവചനം ഒരു കഥപുസ്തകമല്ല, ഇതിന് അസാധാരണമായ ശക്തിയുണ്ട്. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ നിങ്ങളുമായിട്ട് പറഞ്ഞതാണ്, ഈ ഉലകത്തിലെ എല്ലാ സാഹിത്യ പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും വിശുദ്ധ വേദപുസ്തകം ഒഴിച്ചുള്ള സകല പുസ്തകങ്ങളും ദൈവത്തെ കണ്ടെത്താൻ മനുഷ്യൻ നടത്തിയ ശ്രമങ്ങളിൽ നിന്ന് രൂപപ്പെട്ടതാണ്. പക്ഷെ ദൈവവചനം ഒരിക്കലും മനുഷ്യന് ദൈവത്തെ സ്വയമായി കണ്ടെത്താൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കിയ ദൈവം മറനീക്കി മനുഷ്യന് സ്വയം വെളിപ്പെടുത്തി കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ വചനത്തിന് അസാധാരണമായ ശക്തിയാണുള്ളത്. വചനത്തെ നമ്മൾ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ ഇതൊരു ശക്തിയായി നമ്മുടെ ഉള്ളിൽ മാറ്റപ്പെടുകയാണ്. അത് എനിക്കറിയില്ല അതിനെ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുള്ളത്. കാരണം ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ച് ഞാൻ അറിയുന്നത്. അന്ന് തന്നെ ദൈവവചനം വായിക്കാൻ ഭയങ്കര ആഗ്രഹം എനിക്കുണ്ടായി. ഞാൻ പറയട്ടെ, ഈ ദീർഘനാളുകളിലെ എൻ്റെ വിശ്വാസ ജീവിതത്തിന്റെ യാത്രകളിൽ ഒരുപാട് പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, അവഗണനകൾ, നിന്ദകൾ, അനർത്ഥങ്ങൾ, പൈശാചിക പോരാട്ടങ്ങൾ പലതും ജീവിതത്തിൽ അടിച്ചു വന്നപ്പോഴും അന്നും ഇന്നും എന്നെ നിലനിർത്തുന്നത് ഒരു പ്രവാചകനല്ല, കൂടെ പ്രാർത്ഥിച്ചവരുമല്ല. അവരെയൊക്കെ ഞാൻ നന്ദി പറയുന്നു, ഒരു പരിധിവരെ ശരിയാണ്. അതെ, എൻ്റെ അകത്ത് ദൈവമിട്ട വചനമാകുന്ന വിത്താണ്. അത് ഇന്നും എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം ശരിക്കും ഈ വേദപുസ്തകത്തിന്റെ ഒരു ടോട്ടൽ ടീച്ചിങ്, ആ ഉപദേശങ്ങൾ, ആ വചനത്തിന്റെ ശക്തി നമ്മുടെ അകത്തേക്ക് കയറി കഴിയുമ്പോൾ, കുറച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതൊരു ശക്തിയായി നമ്മുടെ അകത്തങ്ങ് മാറുകയാണ്. ഇതൊരു ശക്തിയായി മാറുമ്പോൾ ഉപദേശത്തിന് വിരോധമായിട്ടുള്ള പഠിപ്പീരുകൾ വന്നാൽ ഉടൻ നമ്മുടെ അകത്ത് ആത്മാവിൽ നമുക്കത് സെൻസ് ചെയ്യാൻ പറ്റും. ദൈവവചനത്തിന് നിരക്കാത്ത പ്രവചനങ്ങളാകട്ടെ, പഠിപ്പീരാകട്ടെ, ശുശ്രൂഷകളാകട്ടെ, എന്തനുഭവങ്ങൾ വന്നാലും ഈ ദൈവവചനമാകുന്ന ആ ഒരു ആവരണം ഇതിനെ തട്ടി പുറത്ത് കളയുന്നത്
എനിക്ക് എൻ്റെ അകത്ത് പലപ്പോഴും മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതനുഭവിക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അപ്പം യോശുവയോട് ശരിക്കും എന്താ പറഞ്ഞത്? രാവും പകലും നീ എൻ്റെ വചനത്തെ ധ്യാനിക്കണം. ഇടത്തോട്ടോ വലത്തോട്ടോ നീ മാറാതിരുന്നാൽ നീ കൃതാർത്ഥനാകും. ശരിക്കും ഇസ്രായേലിന്റെ ഒരു നെക്സ്റ്റ് ലീഡറായിട്ട് അദ്ദേഹത്തെ എടുക്കുമ്പോൾ അദ്ദേഹത്തോട് യഹോവയാം ദൈവം അരുളി ചെയ്തത്, നീ യുദ്ധതന്ത്രങ്ങൾ പഠിക്കണം, ശത്രുവിന്റെ പദ്ധതികളെ നീ പോയി മനസ്സിലാക്കണം, സൈന്യത്തെ ഇന്ന രീതിയിൽ വിന്യസിക്കണം. അങ്ങനെയൊന്നും അല്ല അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. ഒറ്റ കാര്യം, രാവും പകലും എൻ്റെ വചനം നിന്റെ ധ്യാനമാകണം. അത് വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് വിജയകരമായ ജീവിതത്തിന് ആവശ്യമായ ടിപ്സുകൾ തേടി അലയുകയാണ്. പക്ഷേ പ്രാർത്ഥനയോടൊപ്പം ദൈവത്തിന്റെ വചനത്തെ നമ്മുടെ അകത്ത് കരുതണം. ആ ഒരു വചനം നമ്മളെ നിലനിർത്തുന്നതാണ്. നമ്മളെ ഇപ്പം എന്താ പറയുന്നത്, നമ്മളെ ഇപ്പം സഹായിക്കാൻ ആരുമില്ല, നമ്മളെ കൂടെ നിർത്താൻ ആരുമില്ല, കൂടെ പ്രാർത്ഥിക്കാൻ ആരുമില്ല. അപ്പൊ പെട്ടെന്നൊരു അവിശ്വാസം നമ്മുടെ ഉള്ളിൽ വരും. ദൈവമേ, ഞാൻ ഒറ്റയ്ക്കായില്ലേ, എനിക്ക് ആരുമില്ലല്ലോ, എന്നെ ആര് കരുതും? വചനം അകത്തുണ്ടെങ്കിൽ സഡൻലി ഒരു വചനം നമ്മുടെ ഉള്ളിൽ വരും, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഈ വചനം നമ്മുടെ അകത്ത് വന്നു കഴിയുമ്പോൾ ഈ വചനം തരുന്ന ശക്തി അസാധാരണമായ ശക്തിയാണ്. അപ്പൊ പിന്നെ നിരാശയ്ക്ക് നമ്മുടെ ഉള്ളിൽ സ്ഥാനമില്ല. അവിശ്വാസം ഈ വചനം നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്താക്കും. ഈ വചനം നമ്മളെ ധൈര്യപ്പെടുത്തും. പിന്നീട് നമ്മിലൂടെ അസാധാരണമായ കാര്യങ്ങൾ ദൈവം ചെയ്തെടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് വചനത്തെ കരുതണം എന്ന് പറയുന്നത്. ലോകത്തിന്റെ ഒഴുക്ക് നമ്മളെ ഇല്ലാതാക്കാനാണ് വരുന്നത്, ലക്ഷ്യത്തെ തെറ്റിക്കാനായിട്ടാണ് വരുന്നത്. ഈ വചനത്തെ കരുതുന്നതിനെ കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ അടുത്ത ചില മെസ്സേജുകളിൽ ദൈവം അവസരം തരുന്നത് പോലെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞ യെരുശലേമിൽ നിന്ന് എമ്മവൂസിലേക്ക് യാത്ര ചെയ്ത് ലക്ഷ്യം തെറ്റിപ്പോയ 2 വ്യക്തികളെ തിരിച്ച് ദൈവ പദ്ധതിയിലേക്ക് യേശു കർത്താവ് മടക്കി വരുത്തിയത് പോലും തിരുവെഴുത്തുകളെ തെളിയിച്ചു കൊടുത്തിട്ടാണ്. അല്ലാതെ അവരുടെ മുമ്പിൽ ഒരു അത്ഭുതം ചെയ്തോ, അപ്പത്തെ നുറുക്കി കൊടുത്ത്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു അത്ഭുതം ചെയ്ത് അപ്പം നുറുക്കി കൊടുക്കുന്നുണ്ട്, പക്ഷെ അതല്ല. ഞാൻ മറ്റൊരു തരത്തിലാണ്, അത്ഭുതമോ അടയാളോ ഒന്നുമല്ല അവരുടെ മുമ്പിൽ ചെയ്തത്. അവർക്ക് തിരുവെഴുത്ത് മനസ്സിലാക്കി കൊടുത്തു. തിരുവെഴുത്തുകളെ തെളിയിച്ചു കൊടുത്തപ്പോൾ അവർ ലക്ഷ്യത്തിലേക്ക് മടങ്ങി വന്നു. ആ രാത്രിയിൽ തന്നെ അവർ ഇരുന്ന സ്ഥലത്ത് നിന്ന് യെരുശലേമിലേക്ക് മടങ്ങി വന്നെങ്കിൽ ദൈവത്തിന്റെ വചനത്തെ കരുതിയാൽ ഈ ഒഴുക്കുകളിൽ നിന്ന്, ഒഴുക്കുകളുണ്ട് കേട്ടോ, ഈ ഒഴുക്കുകൾ ഞാൻ തരംതിരിച്ച് പിന്നീട് പറയാം. എന്തൊക്കെയാ? പ്രതികൂലത്തിന്റെ ഒഴുക്കുകൾ, ഉപദേശങ്ങളുടെ ഒഴുക്കുകൾ, പാപത്തിന്റെ ഒഴുക്കുകൾ. ഞാൻ കഴിഞ്ഞ ദിവസം പാപത്തെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ ഒരാള് ആ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ചെയ്തു, നിങ്ങൾക്ക് യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷയെക്കുറിച്ച് പ്രസംഗിക്കരുതോ എന്ന്. ഞാൻ അതിനൊരു റിപ്ലൈ കൊടുത്തു. ഞാൻ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, രക്ഷ അറിയുന്നതോടൊപ്പം പാപത്തെക്കുറിച്ച് നമ്മൾ ബോധ്യമുള്ളവരാകണം. പാപത്തെക്കുറിച്ച് ഇനിയും പറയണ്ട എന്നല്ല, ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. കാരണം ഇതെല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ ആ ഒരു വിശ്വാസ ജീവിതത്തിന്റെ എന്താ പറയുന്നത്, ഒരു ഓവറോൾ ഡെവലപ്മെന്റ് എന്നതുപോലെ നമ്മൾ ക്രിസ്തുവിൽ നമുക്ക് വളരാനായിട്ട് പറ്റത്തുള്ളൂ. ആ ഒരു പൂർണ്ണതയിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റത്തുള്ളൂ. ചിലർ പറയുന്ന രക്ഷിക്കപ്പെട്ട് ദൈവകൃപയെ വന്ന് ഇനി പാപത്തെക്കുറിച്ച് പ്രസംഗിക്കേണ്ട. പത്രോസിന്റെ ലേഖനത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? 2 പത്രോസ് 2:20 തോന്നുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ ഈ ലോകത്തിന്റെ മാലിന്യം വിട്ട് ഓടിയവർ അതിൽ കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ അവസ്ഥ ആദ്യത്തേതിൽ മോശമാകും. അപ്പൊ തോറ്റുപോകാൻ സാധ്യതയുണ്ട്. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ യാത്ര ആരംഭിച്ചവർ കുടുങ്ങാൻ സാധ്യതയുണ്ട്. ആ സാധ്യതകളെ പഠിക്കണ്ടേ? പാപത്തിൽ കുടുങ്ങുമെന്ന് എഴുതിയിരിക്കുന്നത്. ലോകത്തിന്റെ മാലിന്യത്തിൽ കുടുങ്ങുമെന്നാ പറഞ്ഞത്. മാലിന്യം അറിയാതെ എങ്ങനെ ഈ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടും? ശത്രുവിന്റെ തന്ത്രത്തെ അറിയാതെ എങ്ങനെ തന്ത്രങ്ങളിൽ നമ്മൾ രക്ഷപ്പെടും? അതറിയണമെങ്കിൽ ദൈവവചനത്തിന്റെ ആധികാരികമായ പഠിപ്പീരുകൾ നമുക്ക് ആവശ്യമാണ്. ലേഖനങ്ങളിലെ പഠിപ്പീരുകൾ നമുക്ക് ആവശ്യമാണ്. പാപത്തെക്കുറിച്ച് നമ്മൾ വിശദമായി നമ്മൾ പഠിക്കണം. ഞാൻ അതുകൊണ്ടാണ് പാപത്തെക്കുറിച്ച് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മെസ്സേജുകൾ ഇടുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ എന്തിട്ടാലും അതിന് അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ. അവരും വിശാലമായി ചിന്തിക്കട്ടെ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.